നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രൈസ്തവ വോട്ടുകളും കയ്യിൽ നിന്ന് പോയോ എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ. അടിമുടി വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളം ഒരു കടൽ പോലെ ഒഴുകി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയായിരുന്നു. ഇടിമുഴക്കം പോലെയാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രസ്താവനകൾ ഇപ്പോൾ CPMന് നേർക്ക് പതിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി അരമനയുടെ തിണ്ണനിറങ്ങിയ നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ തിണ്ണനിറങ്ങിയത് അങ്ങോട്ട് ഏറ്റില്ല എന്നാണ് തോന്നുന്നത്. അതായത് മതമേലധ്യക്ഷന്മാരുടെ ചില പ്രസ്താവനകൾ, വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള അവരുടെ പ്രസ്താവനകൾ പിണറായിയുടെ നെഞ്ചത്തിട്ടുള്ള കുത്താണോ എന്നുള്ള തരത്തിൽ നമുക്ക് തോന്നിപ്പോകും. CPM കേന്ദ്രങ്ങൾക്കും ഇപ്പോൾ ആ ഒരു ഭയമാണ് ഉടലെടുത്തിരിക്കുന്നത്. ജനപ്രതിനിധികൾ മര്യാദയ്ക്ക് പെരുമാറണം എന്നാണ് ഇപ്പോൾ ബിഷപ്പുമാരുടെയൊക്കെ പ്രതികരണം വന്നിരിക്കുന്നത്. വിഗ്രഹങ്ങൾ ഉണ്ടായാൽ ജനാധിപത്യം നശിക്കും എന്നുള്ള ബിഷപ്പുമാരുടെ തുറന്നു പറച്ചിൽ അത് പിണറായിക്കിട്ടുള്ള കുത്താണ് എന്നുള്ള തരത്തിൽ ചില ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, വോട്ട് പിടിക്കാൻ ഓട്ടമായിരുന്നു. ഈ പറയുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകൾ പിടിക്കുന്നതിനും മതമേലധ്യക്ഷന്മാരുടെ പിന്നാലെ കടന്ന് ഓടുന്ന CPMനെ നമ്മൾ കണ്ടതാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര കണ്ടങ്ങോട്ട് ഏറ്റില്ല എന്ന് തോന്നുന്നു. FCRA അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കളത്തിൽ വലിയ ചൂടൻ ചർച്ചയായിരുന്നു. ജനപ്രതിനിധികൾ മാതൃകാപരമായി പെരുമാറണമെന്നും വിഗ്രഹങ്ങൾ ഉണ്ടായാൽ ജനാധിപത്യം തകരുമെന്നും മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം പ്രതികരിച്ചത്. കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പ്രതികരിച്ചത്. FCRA സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. FCRAയിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും പ്രതികരിച്ചു. ജനങ്ങൾ രാജാക്കന്മാരാണെന്നും സ്ഥാനാർത്ഥികൾ ദാസന്മാരാണെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പ്രതികരിച്ചത്. കോട്ടയം മുട്ടമ്പലം മുനിസിപ്പൽ ലൈബ്രറിയിലെ പോളിംഗ് സ്റ്റേഷനിൽ കത്തോലിക്ക ബാവ വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. വോട്ട് ചെയ്യുന്നതിലൂടെ നാടിനോടുള്ള പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നതെന്ന് മതമേലധ്യക്ഷന്മാർ പ്രതികരിച്ചത്. നാടിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും വോട്ട് ചെയ്തെന്ന് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാത്തോലിക്ക ബാവ പ്രതികരിച്ചത്. എന്നാൽ FCRA തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തോട് ഇവരാരും കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. വോട്ട് ചെയ്യുന്നതിലൂടെ ഈ നാടിനോടുള്ള പ്രതിബദ്ധതയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതികരിച്ചത്. ഇവിടെയാണ് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുള്ളത്. അതായത് സഭാധ്യക്ഷന്മാർ പോലും പിണറായിയാണോ കുത്തിയത് എന്നുള്ള ചോദ്യം അതൊരു സംശയമായി നിൽക്കുന്നത് വിഗ്രഹങ്ങൾ ഉണ്ടായാൽ ജനാധിപത്യം നശിച്ചു എന്ന് പച്ചയ്ക്ക് ബിഷപ്പുമാർ പ്രതികരിച്ചതിലൂടെയാണ്. ഇതിന് ശേഷം വലിയ ചർച്ചകളൊക്കെയാണ് ഉടലെടുത്തിരിക്കുന്നത്. കാരണം എല്ലാ വോട്ടുകളും, അതായത് ക്രൈസ്തവ വോട്ടുകൾ എവിടെയും പോകില്ല, ഞങ്ങൾക്ക് കിട്ടും. ഈഴവ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും. മുസ്ലിം വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ അജയ്യരാണ്, ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും, തുടർഭരണം ഉണ്ടാകും എന്നൊക്കെയുള്ള വലിയ ഡയലോഗുകളായിരുന്നല്ലോ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലരും ഇപ്പോൾ ഈ പിണറായിസത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് വിഗ്രഹങ്ങൾ ഉണ്ടായാൽ ജനാധിപത്യം നശിക്കുമെന്നും ജനാധിപത്യം ഇല്ലാതാകുമെന്നും ജനപ്രതിനിധികൾ മര്യാദയോടുകൂടി പെരുമാറണം എന്ന് ബിഷപ്പുമാർ പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നത്. അത് പിണറായിക്കിട്ടുള്ള താങ്ങാണ് എന്ന് നമുക്ക് തോന്നാൻ കാരണം ഈ അടുത്ത കാലത്തായിട്ട് പിണറായി പൊതുവേദികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ചെറ്റത്തരവും ഡാഷ്മോനയും ഒക്കെ. ജനങ്ങളെ ഒപ്പം നിർത്തുന്ന ഒരാളായിരിക്കണം ജനപ്രതിനിധി. എന്നാൽ അവരെ തെറിവിളിക്കുകയും അവരെ ആട്ടി അകറ്റുകയും ചെയ്യുന്ന ഒരാൾ എങ്ങനെ ജനപ്രതിനിധിയാകും, ജനകീയനാകും? ഇതൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ബിഷപ്പുമാരുടെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വന്നതോടുകൂടി അടിമുടി വിറച്ചു നിൽക്കുകയാണ് CPM കേന്ദ്രങ്ങൾ. തങ്ങൾ നോക്കിവെച്ച വോട്ടുകളെല്ലാം ഓരോ വഴിക്കൂടെ ചോർന്നു പോയോ എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. CPM ഇത് ചോദിച്ചു മേടിച്ച അടിയാണ്. ചിലരെയൊക്കെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി, പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് ചില വിഭാഗങ്ങളെ അങ്ങേയറ്റം തഴയുന്ന ഒരു സമീപനം ഒരു ഇടയ്ക്ക് CPM പുറത്തെടുത്തിരുന്നല്ലോ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ ഈ പറയുന്ന മുസ്ലിം സംഘടനകളെ ചേർത്ത് നിർത്തി ആ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ പിണറായി കൂട്ടർ എത്രയോ നടത്തിയിട്ടുണ്ട്. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ കണ്ണുരുട്ടിയാൽ അവിടെ വിറച്ചു നിൽക്കുന്ന പിണറായിയെയും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം എത്തിയപ്പോഴത്തേക്ക് CPMന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. അതായത് ഈ പറയുന്ന മുസ്ലിം സംഘടനകളെ മാത്രം ചേർത്ത് നിർത്തുന്നത് ക്രൈസ്തവ ഹിന്ദു വോട്ടുകൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അവർക്കത് മനസ്സിലായി, ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിയെന്ന്. അതോടുകൂടി ഈ പറയുന്ന മുസ്ലിം സംഘടനകളെ അവിടെ ഇട്ടിട്ട് ഹിന്ദു വോട്ടുകൾ പിടിക്കുന്നതിനുള്ള ഒരു ഓട്ടത്തിന് വേണ്ടി പോയി. അതിന്റെ ഭാഗമായിരുന്നു NSS-നെയും SNDP-യെയും ഒക്കെ ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കം നടന്നത്. G. സുകുമാരൻ നായരെ പെട്ടിയിലാക്കി, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെയും പെട്ടിയിലാക്കി. ഇരുവരെയും ഒരുമിച്ച് നിർത്തി വീണ്ടും അധികാരമൊക്കെ പിടിക്കാം എന്നുള്ള ഒരു വലിയ മനോഭാവമൊക്കെ ആയിരുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം പോലും ഹിന്ദുക്കളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി നടത്തിയതായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടു അത് തന്നെ അവർക്കൊരു തിരിച്ചടിയായത്. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അതിനുശേഷമാണ് പുറത്തേക്ക് വന്നത്. എന്നാൽ ഈ ഹിന്ദു വോട്ടുകൾ പിടിക്കുന്നതിന് വേണ്ടി മറ്റൊരു വഴിക്കൂടെ CPM ഓടിയപ്പോഴത്തേക്ക് അപ്പുറത്തെ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒരു വഴിക്കൂടെ കൊഴിഞ്ഞുപോയി. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, അങ്ങനെ ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ അതിനൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി അതിൻ്റെ മേലെ അടയിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചടിയാകും ഉണ്ടാകാൻ പോകുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ. ഇനി പറയുന്ന UDF-നാണ് അധികാരം കിട്ടുന്നതെങ്കിൽ എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ലീഗിൻ്റെയും ജമാഅത്തിൻ്റെയും ഒക്കെ വാക്ക് കേൾക്കാൻ പോയാൽ UDF-ന് തിരിച്ചടി ഉണ്ടാകും. ഈ മതേതരത്വം നമ്മൾ പറയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവമായിരിക്കണം നിങ്ങൾ പുലർത്തേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഒരു വിഭാഗത്തെ തഴയുകയും മറ്റൊരു വിഭാഗത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. കുറെ കഴിയുമ്പോഴത്തേക്ക് ചേർത്ത് പിടിച്ച വിഭാഗത്തെ എടുത്ത് താഴെ ഇട്ടിട്ട് മറ്റേ വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ പോകും. അങ്ങനെ ചേർത്ത് പിടിക്കാൻ ഓടി നടന്നതിനാണ് അവിടെയുമില്ല ഇവിടെയും ഇല്ലാതെ നടുവേ കീറിയിരിക്കുകയാണ് CPM-ന്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമുദായം വോട്ട് ചെയ്യുമെന്ന് CPM-നോട് ആരാണ് പറഞ്ഞത്? ഓരോ മനുഷ്യർക്കും ചിന്തിച്ചും ഉറപ്പിച്ചും അവരൊരു തീരുമാനമെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് കുത്താൻ പോകുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ ബിഷപ്പുമാർ പറഞ്ഞാൽ പോലും അതിനനുസരിച്ച് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ക്രൈസ്തവരൊന്നുമല്ല ഇവിടെ ഉള്ളത്. ജനങ്ങൾക്കറിയാം ആർക്ക് വോട്ട് കൊടുക്കണം, എപ്പോൾ തങ്ങൾ പ്രതികരിക്കണം, അതെങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ. ജനം എന്തായാലും ഇന്നിപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് മെയ് 4-ന് വരും. അതോടുകൂടി ചിത്രം തെളിയും ആർക്കാണ് നറുക്ക് വീണിരിക്കുന്നത് എന്ന്, ആര് വാഴും ആര് വീഴുമെന്നുള്ളത്. അപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, ബിഷപ്പുമാർ പറഞ്ഞ അതേ വാചകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വിഗ്രഹങ്ങൾ ഉണ്ടായാൽ അവിടെ ജനാധിപത്യം ഇല്ലാതെ ആകും, അത് നശിച്ചു പോകും. ജനപ്രതിനിധികൾ മര്യാദയ്ക്ക് പെരുമാറണം, വാക്കിലും പ്രവൃത്തിയിലും മര്യാദ പുലർത്തണം. അല്ലെങ്കിൽ ജനം ഇതുപോലെ 5 വർഷം കൂടുമ്പോൾ ഒരു വോട്ട് കുത്തും. അത് നിങ്ങളുടെ നെഞ്ചത്തായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.